Hello, good morning. I am Aminur Rahman. I am currently doing my post-graduation in physics. Today, we are going to discussing about the last chapter in NAND physics. It is known as wave motion. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വേവ് മോഷൻ, ദാറ്റ് ഈസ് തരംഗ ചലനം, അല്ലേ? അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നുള്ളത്. അപ്പം ഈ ഒരു വേവ് മോഷൻ, എന്താണ് വേവ്സ്, എന്താണ് ഒരു വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വേവ്സ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ഓക്കെ, അപ്പം ഏതെല്ലാമാണ് ആ ടൈപ്സ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ വേവ് ആൻഡ് നോൺ മെക്കാനിക്കൽ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പം എന്താണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, എന്താണ് ഒരു മെക്കാനിക്കൽ വേവ്? ദെൻ നമ്മൾ മെക്കാനിക്കൽ വേവിനെ അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ദെൻ അതിന്റെ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളും. ദെൻ ഫൈനലി നമ്മൾ സൗണ്ടിനെ കുറിച്ചാണ് ഡിസ്കഷൻ. അപ്പം എന്താണ് സൗണ്ട്, എങ്ങനെയാണ് സൗണ്ടിന്റെ ട്രാൻസ്ഫർ, ദെൻ എന്തൊക്കെയാണ് ഫിനോമിന ഓഫ്. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് വേവ് മോഷൻ? ഓക്കെ, സോ നമുക്ക് അതിന്റെ ഡെഫിനിഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഒരു വേവ് മോഷൻ? ഓക്കെ, വേവ് മോഷൻ is the propagation of disturbance producing in one part of the medium to the other part by the vibration of its particle. അപ്പം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെ? വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റർബൻസിന്റെ പ്രൊപ്പഗേഷൻസ്. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മളൊരു മീഡിയം എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു വാട്ടർ എടുത്താൽ ആ വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ഡിസ്റ്റർബൻസ് എടുക്കുകയാണ്. അതായത് നമ്മൾ ചെറിയൊരു വർക്ക് ചെയ്യാണ്. അപ്പൊ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യും. കാരണം എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, എബിലിറ്റി ടു ഡു വർക്ക്. അപ്പം ആ ഒരു വർക്കിന്റെ ഫലമായിട്ട് സമഫലമായിട്ട് കിട്ടുന്നതാണ് എനർജി. അപ്പം ഈ എനർജി എന്ത് ചെയ്യും, ആ ഒരു മീഡിയത്തിൽ ത്രൂ ഔട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു മീഡിയത്തിൽ ത്രൂ ഔട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം എങ്ങനെയായിരിക്കും അത്? ആ ഒരു മീഡിയത്തിനകത്തുള്ള ഓരോ പാർട്ടിക്കിൾസിനെയും വൈബ്രേറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പ്രൊപ്പഗേഷൻ ഉണ്ടായിരിക്കും. അപ്പം അത്തരത്തിലുള്ള മോഷനെയാണ് നമ്മൾ വേവ് മോഷൻ. അപ്പൊ വേവ് മോഷൻ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി, എനർജിയുടെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മോഡാണ്. എന്നിട്ടോ ഫ്രം വൺ പോയിന്റ് ഓഫ് ദി മീഡിയം ടു അതർ പോയിന്റ്സ് ഇൻ ദാറ്റ് മീഡിയം. ഓക്കെ, അതിനാണ് നമ്മൾ സിംപ്ലി വേവ് മോഷൻ. അതാണ് ഇറ്റ് ഈസ് എ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഇൻ എ മീഡിയം. സിംപ്ലി നമുക്ക് പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ, കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. എന്തെല്ലാമാണ്? ഒരു വേവ്സ് ഫോംഡ് ഇൻ വാട്ടർ സർഫേസ് ആൻഡ് റേഡിയോ സർഫേസ്, റേഡിയോ വേവ്, ലൈറ്റ് വേവ്, സൗണ്ട് വേവ്. അപ്പം ഇതൊക്കെ എന്താണ്, നമുക്ക് അതിന് ഒരു വേവ്സ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കും. അപ്പം എന്തിനാണ്? വാട്ടർ വേവ്സ്, അതേപോലെ റേഡിയോ വേവ്സ്, ലൈറ്റ് വേവ്സ് ആൻഡ് സൗണ്ട് വേവ്സ്. ഓക്കെ ആണല്ലോ. ദെൻ ഇതിനെ, ഇത്തരം വേവ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. അതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ അപ്പൊ എന്താ ഒരു ബേസിസാണ് എപ്പോഴും എന്ത് ചെയ്യാൻ, നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു ബേസിസ് വേണം. അപ്പൊ എന്താണ് ആ ബേസിസ്? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് മീഡിയം. ഓക്കെ, അതിന് നമ്മൾ മീഡിയം, അല്ലെ, മീഡിയത്തിന്റെ ബേസിലാണ് നമ്മൾ അതിനെ ഫോക്കസ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പം ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം വേണം എങ്കിൽ അത്തരം വേവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ വേവ്സ്. എന്താ വിളിക്കുക? മെക്കാനിക്കൽ വേവ്. അപ്പം ഇത്തരം വേവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ. ഓക്കെ, അത്തരം വേവ്സിനെ നമ്മൾ മെക്കാനിക്കൽ വേവ്സ്. അതേസമയം നമുക്ക് എന്ത് ആവശ്യമില്ല, മീഡിയം ആവശ്യമില്ല, നോൺ മീഡിയം ഫോർ ദെയർ പ്രൊപ്പഗേഷൻ. അത്തരം വേവ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നോൺ മെക്കാനിക്കൽ വേവ്സ്. ഓക്കെ ആണല്ലോ, നോൺ മെക്കാനിക്കൽ വേവ്സ്. ദെൻ മറ്റൊരു തരത്തിൽ അതിനെ വിളിക്കാറ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് നമുക്ക് വിളിക്കാറ്. അപ്പൊ നമ്മൾ ഈ മുകളിലത്തെ എക്സാമ്പിൾ നോക്കുകയാണ്. ഈ മുകളിലത്തെ എക്സാമ്പിൾ വാട്ടർ സർഫേസ്, റേഡിയോ വേവ്, ലൈറ്റ് വേവ്, സൗണ്ട് വേവ്. ഇതിൽ രണ്ടെണ്ണത്തിന് എന്താ ആവശ്യമാണ്? മീഡിയം ആവശ്യം. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേവ്സ് നമ്മുടെ വാട്ടർ സർഫേസ്, കാരണം വെള്ളത്തിന് നമ്മൾ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മുടെ ഒരു വേവ്സ്
ഫോം ചെയ്യുന്നത്. ആ ഫോം ചെയ്ത വേവ് ആ വാട്ടറിലുടനീളം പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഷുവറായിട്ടും വാട്ടർ എന്ന് പറഞ്ഞ മീഡിയം അവിടെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാട്ടർ സർഫസിൽ ഫോം ചെയ്തിട്ടുള്ള വേവിനെ നമുക്ക് എടുക്കാം. അത് വാട്ടർ സർഫസിൽ ഫോം ചെയ്തിട്ടുള്ള വേവ് എന്താണ്? അതൊരു മെക്കാനിക്കൽ മെക്കാനിക്കൽ വേവാണ്. അതേസമയം നമ്മൾ റേഡിയോ വേവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു മെക്കാനിക്കൽ വേവ് അല്ല. അതിന് മീഡിയം വേണമെന്നില്ല അല്ലേ? അപ്പൊ ദറ്റ് ഈസ് റേഡിയോ വേവ്സ് എന്താണ്? ഒരു നോൺ മെക്കാനിക്കൽ വേവ്സ്. ഓക്കെ ആണല്ലോ? ഈ എൻ എന്ന് പറഞ്ഞ നോൺ മെക്കാനിക്കൽ വേവ്സ്. ദെൻ ലൈറ്റ് വേവ്സ്. നമുക്കറിയാം ഇപ്പം നമ്മുടെ ഭൂമിക്ക് പുറത്ത് അല്ലെ, ഭൂമിക്ക് പുറത്ത് ലൈറ്റ്, നമ്മുടെ സൂര്യനിൽ നിന്ന് ലൈറ്റ് വരുന്നു. നമുക്കറിയാം നമ്മുടെ ഭൂമിക്ക് പുറത്ത് എന്തില്ല, ഒരു അന്തരീക്ഷം ഇല്ല അല്ലെ, ഒരു എയർ ഇല്ല. അപ്പം പിന്നെ എങ്ങനെയാണ് ലൈറ്റ്, സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ ഭൂമിയിൽ എത്തുന്നത്? അതിൽ നമുക്ക് മനസ്സിലാക്കാം ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമുണ്ട് അല്ലെ, ഒരു മീഡിയം ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ലൈറ്റ് വേവ്സിനെ നമുക്ക് ഇറ്റ് ഈസ് ഓൾസോ എ നോൺ മെക്കാനിക്കൽ വേവ്, ഓൾസോ നോൺ ആസ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഓക്കെ ആണല്ലോ? ദെൻ ഫൈനലി സൗണ്ട് വേവ്. സോ എന്തായിരിക്കും സൗണ്ട് വേവ്സിന്റെ അവസ്ഥ? ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു ക്ലാസ്സിൽ വന്നിട്ട് ശബ്ദം ഉണ്ടാക്കും, ക്ലാസ്സിൽ ശബ്ദം ഉണ്ടാക്കും. അപ്പൊ എന്ത് ചെയ്യാം, അത് ആ ശബ്ദം ക്ലാസ്സിലുടനീളം എന്ത് ചെയ്യും, അത് വരുന്നുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? ക്ലാസ്സിലുടനീളം ആ ശബ്ദം വരുന്നുണ്ടായിരിക്കും. അതിനുള്ള കാരണം എന്താ? നമ്മുടെ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു, എയർ എന്ത് ചെയ്യും, മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സോഴ്സിൽ നിന്നും പുറത്തു വിടുന്ന ശബ്ദം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ക്ലാസ്സിലുടനീളം നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. എന്നാല് നമ്മുടെ ഭൂമിക്ക് പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പുറത്ത് ഒരു ബഹിരാകാശ ശബ്ദം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശബ്ദം ട്രാവൽ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഒരു എയർ ഇല്ല. എയർ എന്ന് പറഞ്ഞ മീഡിയം അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അത് അടുത്ത് നിന്നിട്ട് രണ്ട് ആസ്ട്രോണോമേഴ്സ് പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ കഴിയാറ്. അപ്പം സൗണ്ട് വേവ്സ് എന്താണ്? ഒരു മെക്കാനിക്കൽ വേവ്. അതായത് സൗണ്ട് വേവ്സിന് എന്താവശ്യമാണ്? ഒരു പ്രൊപ്പഗേഷനും ആവശ്യമാണെങ്കിൽ അതിന് ഒരു മീഡിയം, അതിന് പെർഫെക്റ്റ് ആയിട്ടും ഒരു മീഡിയം എന്ത് ചെയ്യണം, അതിന് ആവശ്യമാണ്. ഓക്കെ ആണല്ലോ? ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യത്യസ്ത തരത്തിൽ, അതായത് ഈ മെക്കാനിക്കൽ വേവ്സ്, നമ്മൾ പറഞ്ഞ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ മീഡിയം ആവശ്യമുള്ള തരത്തിലുള്ള വേവ്സ്. ഈ മെക്കാനിക്കൽ വേവ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഗെയിൻ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ആ ക്ലാസിഫിക്കേഷൻ ആണ് ഓക്കെ. അപ്പം എന്താണ്, there are mainly two types of mechanical. It is known as transverse waves and longitudinal. Okay. First of all, we are discussing about transverse wave. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഫിഗർ കാണാം. ഓക്കെ. ആ ഫിഗറിൽ എന്താ കാണുന്നത്? നോക്ക്, ഒരു പയ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിവറിന്റെ ബാങ്കിൽ ഇരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ആ ഒരു തോണി ഉണ്ടാക്കി ആ വെള്ളത്തിൽ വെച്ചു. അപ്പൊ ഈ തോണി മൂവ് ചെയ്യാൻ വേണ്ടി ചെറിയ ഡിസ്റ്റർബൻസ് കൊടുത്തോണ്ട്. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ റിപ്പിൾസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ആ റിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പോയിന്റിൽ നിന്ന് മറ്റ് ആ ഒരു വാട്ടറിന്റെ ബാക്കി എല്ലാ പോയിന്റിലും ആ റിപ്പിൾസിന്റെ ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു തോണി, അതായത് തോണിയുടെ മൂവ്മെന്റ് അല്ലെ, അപ്പ് ആൻഡ് ഡൗൺ മോഷൻ അല്ലെ. തോണി എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് താഴേക്ക് പോകുന്നുണ്ടായിരിക്കും, മുകളിലേക്ക് പോകും താഴെ, അതായത് ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇതിന്റെ ട്രാൻസ്ഫർ എങ്ങനെയായിരിക്കും, അതായത് നമ്മുടെ വേവിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയായിരിക്കും, ഒരു പോയിന്റിൽ നിന്ന് അങ്ങനെ പോവാണ്. അപ്പം ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു മീഡിയത്തിലുള്ള പാർട്ടികൾ, അപ്പൊ ഇവിടെ മീഡിയത്തിലുള്ള പാർട്ടികൾ ഈ തോണിയില്ല, ഈ തോണി, അതായത് ഈ തോണി എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രൊപ്പഗേഷൻ പെർപെൻഡിക്കുലർ, ആ ഒരു തോണിയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. ആ വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കും ആ തോണിയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതിനെയാണ് നമുക്ക് അത്തരം ആ ഒരു തരത്തിലുള്ള മോഷനെ, മെക്കാനിക്കൽ വേവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്സ്. അപ്പം എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്സ്? ട്രാൻസ്വേഴ്സ് വേവ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, എ ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്, ഇറ്റ്സ് എ വേവ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം വൈബ്രേറ്റ് ഇൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതായത് ഒരു വേവ് എന്ത് ചെയ്യാണ്, പോവാണ് അല്ലെ, ഒരു വേവ് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ആ വേവിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ട് ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാം, മീഡിയത്തിലെ പാർട്ടിക്കിൾസ്
പ്രൊപ്പഗേറ്റ് ചെയ്യാം അല്ലെ. സോറി മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യാം. അതായത് നമുക്കൊരു ചിത്രം നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റോപ്പ് എടുത്തിട്ടുണ്ട് അല്ലെ. ആ റോപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എൻഡ് നമ്മൾ ഒരു വാളിൽ പ്രത്യേകിച്ച് രണ്ടാമത്തെ എൻഡ് നമ്മുടെ കയ്യിൽ. ഓക്കെ, ദെൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് നമ്മൾ ചെറിയൊരു റിബൺ ഉണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ ഈ ഒരു റോപ്പിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും, ആ ഒരു റിബണിന്റെ മൂവ്മെന്റ് എങ്ങനെ അല്ലെ, മുകളിലേക്ക് പോകും, താഴേക്ക്, മുകളിലേക്ക് അപ്പോൾ ഇത് ചെയ്യുന്നുണ്ടായിരിക്കും, മുകളിലേക്ക് പോകും, അടുത്ത സ്റ്റെപ്പിൽ അത് താഴേക്ക് വരുന്നുണ്ടായിരിക്കും അല്ലെ. അങ്ങനെ മുകൾക്കും താഴേക്കുള്ള മൂവ്മെന്റ്. അതായത് നമ്മൾ പറഞ്ഞ ട്രാൻസ്വേഴ്സ് വേവ് അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റിബൺ എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ്മെന്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ആ വേവിന്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇത്തരം വേവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇത്തരം വേവ്സിനെ നമ്മൾ വിളിക്കുകയാണ് എന്ത്, ട്രാൻസ്വേഴ്സ് വേവ്സ്. ഓക്കെ ആണല്ലോ. അതാണ് ട്രാൻസ്വേഴ്സ് വേവ്. കണ്ടല്ലോ, അതാ ഇസ് ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ. ആ വേവിന്റെ പ്രൊപ്പഗേഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കും ആ ഒരു മീഡിയത്തിലുള്ള പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ. ഓക്കെ, ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ. മെയിൻ ആയിട്ടും ആംപ്ലിറ്റ്യൂഡ് ആൻഡ് വേവ് ലെങ്ത് ആൻഡ് ദെൻ ഫ്രീക്വൻസി, ടൈം പീരീഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ലെറ്റ്സ് സീ, എന്താണ് ആംപ്ലിറ്റ്യൂഡ്? അപ്പം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ അല്ലെ. അത് ഒരു പാർട്ടിക്കിളെ അതിന്റെ മീൻ പൊസിഷനിൽ ഉണ്ടാകുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അതായത് ഇപ്പൊ നമുക്ക് ഇതിനൊന്ന് റെപ്രസെന്റ് ചെയ്ത് അല്ലെ, ഇതിന്റെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഗ്രീൻ ലൈനിൽ മാർക്ക് ചെയ്താണ് അതിന്റെ മീൻ പോയിന്റ്. ഓക്കെ, അതിന്റെ മീൻ പോയിന്റ് എന്ത് ചെയ്യുന്ന, അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ദെൻ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വേവ് പോകുന്നത്. നമ്മൾ കണ്ട ഈ ഒരു രീതിയിലാണ് നമ്മുടെ വേവ് പോകുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, വേറെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ. പാർട്ടിക്കിൾ മുകളിലേക്ക് അപ്പ് മോഷൻ ഉണ്ടായിരിക്കും, പിന്നെ ഡൗൺ മോഷൻ ഉണ്ടായിരിക്കും, അതായത് ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഇതിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചെയ്യാം ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പറയുന്നത്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്? It is the maximum displacement of a particle from the position. Okay, here ഈ ഒരു ഗ്രീൻ ലൈറ്റ് കാണിച്ചതാണ് ഇതിന്റെ മീൻ പൊസിഷൻ. അവിടെ നിന്ന് എന്താ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, മീൻ പൊസിഷൻ ഉണ്ടാകുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതേസമയം നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ്, അതിന്റെ മീൻ പൊസിഷനിലുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇതിനെയാണ് ഈ ഒരു റെഡ് കളറിൽ മാർക്ക് ഇത് നമ്മുടെ പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, then the amplitude is denoted by letter A. ഓക്കെ, A എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഡിനോട്ട് ചെയ്യാറുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പാർട്ടിക്കിൾ അതിന്റെ മീൻ പൊസിഷനിൽ ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ ആണ്. യാ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ് ലെങ്ത്. രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് വേവ് ലെങ്ത്. ഓക്കെ, അപ്പൊ എന്താണ് വേവ് ലെങ്ത്, എന്താണ് വേവ്? ഓക്കെ, അപ്പൊ വേവ് ലെങ്തിനെ നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് വേവ് ലെങ്ത്, അതാണ് നമ്മൾ അടുത്ത ഡിസ്കഷൻ. അപ്പം ഈ ഒരു വേവ് ലെങ്തിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ആദ്യം മറ്റൊരു കാര്യമാണ് കംപ്ലീറ്റ് വൈബ്രേഷൻ. വേണ്ട, എന്താണ് ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ, എന്തായിരിക്കും ഒരു കംപ്ലീറ്റ്? അപ്പൊ നമുക്ക് ആദ്യം കംപ്ലീറ്റ് വൈബ്രേഷൻ നമ്മൾ കണ്ടു. ഒരു വേവ് ചെയ്തിട്ടുണ്ട്, സമയത്തിനനുസരിച്ച് സ്പേസ് മാറുന്ന ഒരു വേവാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് വൈബ്രേഷൻ, ഇതിനകത്ത് ഈ ഒരു വേവിനകത്ത് രണ്ട് പാർട്ട് ആണ്. ഓക്കെ, ഈ ഒരു അപ്പർ പൊസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് ക്രസ്റ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ്, ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മലയാളത്തിൽ ശൃംഗം എന്ന് വിളിക്കും. അതായത് ഒരു മെയിൻ പൊസിഷനിൽ നിന്നും ഏറ്റവും ഹൈ ആംപ്ലിറ്റ്യൂഡ്, ഹൈ ഡിസ്പ്ലേസ്മെന്റ് വരുന്ന പോയിന്റ്. ഓക്കെ, പോസിറ്റീവ് കേസിൽ പോസിറ്റീവ് പോയിന്റ്. ഇതിൻ്റെ അത് ഈ ഒരു താഴെയുള്ള ഈ പോയിന്റ് നമ്മൾ പേരാണ് ട്രഫ്. ഇറ്റ് ഈസ് ടി. ട്രഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടി വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ട്രഫ്. ഇറ്റ് ഈസ് ട്രഫ് എന്ന് പറഞ്ഞാൽ
ട്രഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ട്രഫ് എന്ന് പറഞ്ഞാൽ? ട്രഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ്, സോറി, ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ഫോമാറ്റിൽ വരുന്ന ഏറ്റവും താഴെ വരുന്ന പോയിന്റാണ് ട്രഫ് എന്ന്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്രസ്റ്റും ഒരു ട്രഫും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ആയത്. ഒരു പാർട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ക്രസ്റ്റും ഒരു ട്രഫും എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും. അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ ആണ് ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടെ കൂടി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? ഈ ഒരു വേവ് ലെങ്ത് ഡിഫൈൻ ചെയ്യാം. എന്താ വേവ് ലെങ്ത്? ഒരു വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് അഡ്വാൻസ്ഡ് ബൈ ദ വേവ് by the time the particle completing one vibration. അതായത് പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പാർട്ടികൾ എന്ത് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ്. അതായത് പാർട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പോയിന്റിൽ നിന്ന് മൂവ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പോയിന്റിൽ എത്തിച്ചേർന്നു. അപ്പം ഇത്രയും ടൈമിൽ ആ വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന് നമ്മൾ പേരാണ് വേവ്. ഓക്കെ ആണല്ലോ? ആ ഡിസ്റ്റൻസിന് നമുക്ക് വിളിക്കാം വേവ് ലെങ്ത് എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? ദെൻ ഇതിന് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യാറ് ഒരു ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള ലാംഡ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് ലെറ്റർ. വെരി ഇമ്പോർട്ടൻറ്റ്, ലാംഡ എന്ന് പറഞ്ഞ ഗ്രീക്ക് ലെറ്റർ. ഓക്കെ, ദെൻ അതേപോലെ ഇതിന്റെ യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത് പറയുന്നത് മീറ്റർ ആണ്. മീറ്റർ. ഓക്കെ ആണ്? യാ. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വേവ് ലെങ്തിനെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ ഒരു ഇത് ഞാൻ പറഞ്ഞ ഒരു രണ്ട് കംപ്ലീറ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡിസ്റ്റൻസ്, ആ ഒരു ഡിസ്റ്റൻസ് മാത്രമല്ല മറ്റൊരു രീതിയിൽ കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഓക്കെ. അതെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? നമ്മളിപ്പോ കണ്ടു ക്രസ്റ്റും ട്രഫിനെയും കുറിച്ച്, അല്ലെ? ഒരു ക്രസ്റ്റും ഒരു ട്രഫിനെയും കുറിച്ച് നമ്മൾ കണ്ടു. അപ്പം എന്തായിരുന്നു ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈയസ്റ്റ് പോയിന്റ്, അല്ലെ? ഏറ്റവും ഹൈയസ്റ്റ്, അല്ലെ? അതിനകത്തുള്ള ഏറ്റവും ഹൈയസ്റ്റ് പോയിന്റ് ആണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ട്രഫ് എന്ന് പറഞ്ഞാലോ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്. അപ്പം സക്സസീവ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത്, അല്ലെ, വേവ് ലെങ്ത് ലാംഡ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? അതേപോലെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ അടുത്തടുത്തുള്ള ട്രഫിനെ നമ്മൾ മലയാളത്തിൽ ഗർത്തങ്ങൾ, ഗർത്തങ്ങളെ ഒരു താഴ്ചയുള്ള സംഭവം, അത് നോക്കിയാൽ മതി, അല്ലേ? അപ്പം ഈ ഒരു ട്രഫിനെ നമ്മൾ എങ്ങനെ അടുത്തടുത്തുള്ള ട്രഫുകൾ തമ്മിലുള്ള നമ്മൾ വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? അതാണ് കൺസെപ്റ്റ് ഓഫ് വേവ് ലെങ്ത്. ഓക്കെ, now we are move on to the next parameter, which is period. So what is mean by period? Period എന്ന് പറഞ്ഞാൽ is the time taken for a particle in the medium to complete one vibration. ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ ഫസ്റ്റും ട്രഫും കൂടെ ചെയ്യുന്നതാണ് അല്ലെ? ആ ഒരു കംപ്ലീറ്റ് വൈബ്രേഷനും ആവശ്യമായിട്ട് ആ ഒരു മീഡിയത്തിനകത്തുള്ള പാർട്ടിക്കിൾസ് എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എടുക്കുന്ന സമയത്തിനെ നമ്മൾ വിളിക്കും പീരീഡ്. ഓക്കെ, പീരീഡ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാറ് ഏത് ലെറ്റർ വെച്ചിട്ടാണ്? ഈസ് ലെറ്റർ ബൈ ടി, അല്ലെ? ടി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് അതിന്റെ യൂണിറ്റ് സെക്കൻഡുമാണ്. അപ്പൊ പീരീഡ് ഓക്കെ ആണല്ലോ? എന്താണ് പീരീഡ്? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ എ പാർട്ടിക്കൽ ഇൻ എ മീഡിയം ടു മേക്ക് കംപ്ലീറ്റ് വൈബ്രേഷൻ. ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എടുക്കാനും വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാർട്ടിക്കിൾ അതല്ല മീഡിയം എടുക്കുന്ന ടൈമിനെയാണ് നമുക്ക് വിളിക്കുക പീരീഡ് എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ? ദെൻ അടുത്തൊരു കൺസെപ്റ്റ് നോക്കാം, ഫ്രീക്വൻസി. അപ്പൊ എന്താണ് ഫ്രീക്വൻസി? അല്ലെ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് വൈബ്രേഷൻ ഇൻ 1 സെക്കൻഡ്. അപ്പൊ നമ്മൾ പറയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മീഡിയം, അല്ലെ, ഒരു വേവ്, അതെന്ത് ചെയ്യുന്നു? ഒരു സെക്കൻഡിൽ നമ്മൾ പറയുന്നത് 100 വൈബ്രേഷൻ ഉണ്ടാക്കി. അതെന്ത് ചെയ്തു? ഒരു സെക്കൻഡിൽ 100 വൈബ്രേഷൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 100 ആണെന്നാണ് പറയുന്നത്. ഒരു സെക്കൻഡില് ഒരു എത്രമാത്രം വൈബ്രേഷൻസ് ഒരു സെക്കൻഡിൽ ഉണ്ടാക്കുന്നുവോ അതിനെ നമ്മൾ വിളിക്കും ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ? അതിനെ നമ്മൾ ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് എങ്ങനെ ഫ്രീക്വൻസിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ
ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് വൈബ്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അല്ലേ? അതായത് എത്ര വൈബ്രേഷൻസ് ഉണ്ടോ അതിനെ എത്ര സമയം വെച്ചിട്ടാണ് അത്ര വൈബ്രേഷൻസ് ഉണ്ടായത് അതിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് ആ ഒരു വേവിന്റെ ഫ്രീക്വൻസി നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഫ്രീക്വൻസിക്ക് ഒരു യൂണിറ്റ് ഉണ്ട്, ഇറ്റ് ഈസ് നോൺ ആസ് ഹെഡ്സ് അല്ലേ? അത് നമ്മൾ HZ ഡിനോട്ട് ചെയ്യാറുണ്ട്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിലേഷൻ ഉണ്ട്, അതായത് ഫ്രീക്വൻസിയും ടൈം പീരീഡും കണക്ട് ചെയ്യുന്ന റിലേഷൻ. ഫ്രീക്വൻസിയും ടൈം പീരീഡും കണക്ട് ചെയ്യുന്ന റിലേഷൻ. അതായത് എങ്ങനെ നമുക്ക് ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിൽ കണക്ട് ചെയ്യാം? ഫ്രീക്വൻസി ഈസ് time period is nothing but the reciprocal of the frequency. It is the reciprocal of a frequency. It is known as, so now it is known as the frequency. Frequency is nothing but the reciprocal of the time period. അല്ലെങ്കിലോ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു വരാം അല്ലേ? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ reciprocal frequency എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? Yeah. Then now we are move on to the next section, that is speed of a wave. അപ്പം എന്താണ് ഒരു വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത്? ഒരു സ്പീഡ് അല്ലേ, നമ്മൾ പറയില്ലേ ഒരു വണ്ടി പോയിക്കഴിഞ്ഞാൽ പറയാം ആ വണ്ടി എത്ര സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഫിസിക്സിന്റെ ബേസിൽ നമുക്ക് പറയാം എന്താണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് വിളിക്കുന്നത് സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ 1 സെക്കൻഡ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ. ഓക്കെ, ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയത്തെ നമുക്ക് ടി വെച്ച് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സ്പീഡ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം ടി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ വേവിന്റെ ബേസിൽ അല്ലേ? സോ സപ്പോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വേവ് ലെങ്ത് ഇറ്റ് ഈസ് ട്രാവൽഡ് ബൈ, സോ നമ്മൾ എന്ത് ചെയ്ത് വേവ് നമ്മൾ കൺസിഡർ ചെയ്യും. ആ വേവ് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് നമ്മൾ ലാംഡ വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിന്റെ ടൈം പീരീഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ടി ആയിട്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്പീഡ് ഓഫ് ദ വേവ് നമുക്ക് എങ്ങനെ എഴുതാം? പറ്റും. നമുക്കറിയാം സ്പീഡ് ഓഫ് ദ വേവ് എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം, അതിനെടുക്കുന്ന സമയം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ആൻഡ് ടി വിൽ ബി ദ ടൈം പീരീഡ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഡ ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാമല്ലോ, കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? യാ, എഴുതാനായിട്ട് കഴിയും. ദെൻ തൊട്ട് മുന്നേ നമ്മൾ കണ്ടു ഫ്രീക്വൻസിയും ടൈം പീരീഡ് കണക്ട് ചെയ്യാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ബൈ ടൈം പീരീഡ് ആണ് അല്ലേ? ഇറ്റ് ഈസ് 1 ബൈ ടി ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 ബൈ ടി. അത് നമ്മൾ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഏത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ബൈ ടി എന്നത് ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് ദ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫ്രീക്വൻസി ആൻഡ് വേവ്. വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. അതായത് നമുക്ക് പ്രോബ്ലം ഒക്കെ ഉണ്ടായി നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വേവിന്റെ സ്പീഡ് നമുക്ക് കണ്ടെത്താൻ പറ്റും. എങ്ങനെ? ഈ റെഡിമെയ്ഡ് റിലേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ലാംഡ. ദെൻ സ്പീഡിന്റെ യൂണിറ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ ആണല്ലോ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 5 കാര്യങ്ങൾ എന്തൊക്കെയാണത്? നമ്മൾ സ്പീഡ് കണ്ടു, ദെൻ ഫ്രീക്വൻസി കണ്ടു, വേവ് ലെങ്ത് കണ്ടു, ആംപ്ലിറ്റ്യൂഡ് കണ്ടു, ടൈം പീരീഡ് കണ്ടു. ഓക്കെ, ദെൻ അതിന്റെ ക്രസ്റ്റ് ആൻഡ് ട്രഫുകളും കണ്ടു. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം അല്ലേ? യാ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്കൊരു ട്രാൻസ്വേഴ്സ് വേവ് തന്നിട്ടുണ്ട്. ട്രാൻസ്വേഴ്സ് വേവ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? In the figure, what are the points of highest displacement? ഹൈ ഡിസ്പ്ലേസ്മെന്റ് വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് അല്ലേ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്നത് ഹയസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് മെയിൻ പൊസിഷനിൽ നിന്നും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരുന്ന പോയിന്റ് ആണ്. ഏതൊക്കെയായിരിക്കും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരുന്ന പോയിന്റ്സ് അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ, ഹിയർ ഇറ്റ് ഈസ് എ. എന്താണ് മിനിമം അല്ല മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ട്. ആ ഒരു മെയിൻ പൊസിഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു പോയിന്റ് സി. എന്ത് ചെയ്തിട്ടുണ്ട്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഫേസ് വ്യത്യാസം
എനെ അപേക്ഷിച്ച് ഫേസ് എന്താണ്, ഒരു 180 ഡിഗ്രി ചേഞ്ചാണ് അല്ലെ, തിരിവുണ്ട്. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ താഴെ എന്താണ് ആംപ്ലിറ്റ്യൂഡ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് മാത്രം എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരുന്ന രണ്ടാമത്തെ പോയിന്റ് സി. ഓക്കെ, എന്റെ മറ്റൊരു പോയിന്റ് ആണ് ഇ, മറ്റൊരു പോയിന്റ് ജി ആൻഡ് ഐ, കെ, എം. ഈ പോയിന്റ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ ആണല്ലോ, ഓക്കെ ആണ്. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ചോദ്യം. എന്താ ചോദ്യം, എത്ര ക്രസ്റ്റുകളും എത്ര ട്രഫുകളും ഉണ്ട്. ഓക്കെ, എത്ര ക്രസ്റ്റുകളും എത്ര ട്രഫുകളും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര ക്രസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇതാ ഇവിടെ നമ്മൾ ക്രസ്റ്റുകൾ എന്താന്ന് പറഞ്ഞില്ല, പോയിന്റ്സ്. അപ്പൊ എന്തൊക്കെയാ, എത്ര ക്രസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇവിടെ, ഇവിടെ 1, 2, 3, കെ, ഇ, ഐ, എം, ഇത് 4 ഹയസ്റ്റ് പോയിന്റ്. അപ്പൊ 4 ക്രസ്റ്റുകൾ. ട്രഫുകളോ, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് സി, ജി, കെ, 3 ലോവസ്റ്റ് പോയിന്റ്സ് ആണ്. ഓക്കെ ആണല്ലോ, യാ. ദെൻ അടുത്ത ചോദ്യം നോക്കാം. എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ പാർട്ടിക്കിൾസും സെയിം ഫേസിലാണോ അല്ലെ, അതായത് ഒരു പെർട്ടിക്കുലർ എല്ലാ പാർട്ടിക്കിൾസും ഒരേ ഫേസിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതല്ല അല്ലെ, ഒരിക്കലും ഒരു പാർട്ടിക്കിൾസ് സെയിം ഫേസിലാണ് വൈബ്രേറ്റ്. അവിടെ ക്രസ്റ്റുകളും ട്രഫുകളും ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ. And which are the particles which having the same phase with, അതായത് എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിനോട് സിമിലർ വൈബ്രേഷൻസ് ഏതൊക്കെ പാർട്ടിക്കിൾസ്, എ കൂടാതെ ഇ സെയിം എയുമായിട്ട് സെയിം ഫേസിലാണ്. അതേപോലെ ഐ, എം. അതേസമയം നമ്മൾ സീന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, സീനുമായിട്ട് സെയിം ഫേസ്, താഴേക്ക് വരുന്ന വൈബ്രേഷൻ വരുന്നത് ജി, കെ, ഇത് രണ്ടെന്താണ് സെയിം ഫേസിലാണ്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ് വിച്ച് ഈസ്, അല്ലെ, ആ ഒരു വേവിന്റെ വേവ് ലെങ്ത് എത്രയെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം, വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് എന്താണ് വേവ് ലെങ്ത്, ഈസ് ഒന്നെങ്കിൽ നമുക്ക് പറയും അടുത്തടുത്ത ക്രസ്റ്റുകളുടെ അല്ലെങ്കിൽ അടുത്തടുത്ത ട്രഫുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയും അല്ലെ, അടുത്തടുത്ത ക്രസ്റ്റുകൾ അല്ലെങ്കിൽ അടുത്തടുത്ത ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം, ഏറ്റവും അടുത്തുള്ള ക്രസ്റ്റ് അല്ലേ, അപ്പം ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട് എ ആൻഡ് ഇ, ഇതാണ് രണ്ട് അടുത്തടുത്തുള്ള ക്രസ്റ്റുകൾ. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് നോക്കുക, എങ്ങനെ വരുന്നത്, 1ഉം 5ഉം ആണ് അല്ലെ, 1ഉം 5ഉം ആണ്. അപ്പൊ ഇത് അവർക്കിടയിലുള്ള വേവ് ലെങ്ത് 5 - 1, ഇറ്റ് ഈസ് 4 ആയിരിക്കും. അവരുടെ വേവ് ലെങ്ത് എത്ര, 4 ആയിരിക്കും. അതിന്റെ വേവ് ലെങ്ത് എത്ര കിട്ടും നമുക്ക്, 4 ആണ്. ഓക്കെ ആണ്. അതേപോലെ തന്നെ ട്രഫിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അടുത്ത ട്രഫുകൾ ഏതൊക്കെയാണ്, ജി ആൻഡ് സി. അപ്പൊ അതിന്റെ സിയുടെ -1 അത് 4 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, വേവ് ലെങ്ത് എത്രയാണ് കിട്ടി, 4 ആണ് കിട്ടിയത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്താ, വേവ് കിട്ടി, ഇറ്റ് ഈസ് 4. ഓക്കെ, the waves are formed. Okay, in the figure what is the frequency of the wave. അപ്പൊ നമുക്ക് വേവിന്റെ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ കാണാം, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, ഫ്രീക്വൻസി. അപ്പൊ ദറ്റ് ഈസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര വൈബ്രേഷൻസ് ഉണ്ട് അല്ലെ, ഇവിടെ എത്ര വൈബ്രേഷൻസ് ഉണ്ടായിരിക്കും, ഇതാ 1 ഒരു വൈബ്രേഷൻ. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇവിടെ വൈബ്രേഷൻസ് എണ്ണം തന്നിട്ടുണ്ട്, 100 വൈബ്രേഷൻസ് ആണ് അല്ലെ. ഈ 100 വൈബ്രേഷൻ, ആ 100 വൈബ്രേഷൻ എടുക്കാനിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇറ്റ് ഈസ് 5 സെക്കൻഡ് ആണ്. 100 വൈബ്രേഷൻസ് ആണുള്ളത്, 100. ഓക്കെ, ദെൻ അതിനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5 സെക്കൻഡ് ആണ്. അപ്പൊ ചോദ്യം ഇതാണ്, എന്താ ചോദിച്ചിരിക്കുന്നത്, എത്രയാണ് അതിന്റെ ഫ്രീക്വൻസി. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫ്രീക്വൻസി ഈസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് വൈബ്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം. Here it is number of vibration, it is 100 divided by time, it is 5. So what will be the answer? നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 കിട്ടും, 20 കിട്ടും. സോ എത്ര ഹെഡ്സ്, 20 ഹെഡ്സ് ആണ്. 20 ഹെഡ്സ് ആയി. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു ആദ്യം പറഞ്ഞ 5 കാര്യങ്ങൾ ക്ലിയർ ആയി. ഓക്കെ, now we are move on into the next section. It is called longitudinal. Okay, longitudinal wave. അപ്പം എന്തായിരിക്കും ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്? നമുക്കിവിടെ അതിന്റെ ഡെഫിനിഷൻ കാണാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത് ഇസ് എ വേവ് ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. എന്താ പറഞ്ഞത്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ പാരലൽ ആയിട്ട് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, പാരലൽ ആയിട്ട്.
അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ കേസിൽ നമ്മൾ എന്താ കണ്ടത്? പെർപെൻഡിക്കുലർ ആയിട്ടായിരുന്നു വൈബ്രേഷൻ അല്ലേ? പെർപെൻഡിക്കുലർ, അതായത് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്സിൽ നമ്മൾ എന്താ കണ്ടത്? പാർട്ടിക്കിളിന്റെ മീഡിയം വൈബ്രേറ്റിംഗ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ്. ഇവിടെ എന്താ പറഞ്ഞത്? പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫിഗർ കാണാം. യാ, സ്ലിംഗ്. നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ ഒരു സ്ലിംഗ് ചെയ്ത് ഒരു സ്പ്രിങ് പോലത്തെ ഒരു അറേഞ്ച്മെന്റ്. അപ്പൊ ഇതിലെന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഈ ഒരു എൻഡ് നമ്മൾ ഒരു വാളുമായി കണക്ട് ചെയ്തു. രണ്ടാമത്തെ എൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കൈ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ വേവിന്റെ ഫോർമാറ്റ് എന്താണ്? ഈ ഒരു ആരോ ഡയറക്ഷൻ, അതായത് നമ്മുടെ ഇടത്ത് നിന്നും വലത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ മൂവ്മെന്റ് ഉണ്ടാകുന്നത് വേവിന്റെ ട്രാൻസ്ഫർ. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ നമ്മൾ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ, ഒരു പേപ്പറിന്റെ ഒരു സ്ലൈഡ് ഒരു പീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ പേപ്പറിന്റെ മൂവ്മെന്റ് ഈ ഒരു വേവിന്റെ, അതായത് നമ്മൾ ഈ കാണിച്ച ആരോന്റെ അതായത് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, നേരത്തെ നമ്മൾ ഏത് യൂസ് ചെയ്തു? നമ്മൾ ഏത് കണ്ടു? നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ്സ് കണ്ടില്ലേ? ട്രാൻസ്വേഴ്സ് വേവിന്റെ വേവിന്റെ പ്രൊപ്പഗേഷൻ ഈ ഒരു ഡയറക്ഷനിലാണ്. പാർട്ടികളുടെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും അല്ലെ? അപ്പ് ഡൗൺ അല്ലെ? അപ്പ് ഡൗൺ, അങ്ങനെയായിട്ട്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? ഏത് ഡയറക്ഷനിലാണോ വേവ് പോകുന്നത് അതിന്റെ സെയിം ഡയറക്ഷനിലായിരിക്കും പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് ഉണ്ടായിരിക്കുക. ഓക്കെ ആണല്ലോ? യാ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് കാണാം അല്ലെ? സി, ആർ അല്ലെ? എന്താണ് ഈ സിയും ആറും? ഓക്കെ, നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ കേസ് എന്ന് പറയുമ്പോൾ ആ വേവ് രണ്ട് പാർട്ടുകൾ അല്ലെ? ഒരു ക്രസ്റ്റും ഒരു ശൃംഗവും ഒരു ഗർത്തവും. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്? പീക്ക് പോയിന്റ്, ഇങ്ങനത്തെ ഈ ഒരു പീക്ക് പോയിന്റ് വിളിച്ചിട്ടാണ് ക്രസ്റ്റുകൾ എന്ന് വിളിച്ചു. ആൻഡ് ഇങ്ങനത്തെ ഈ ഒരു താഴെയുള്ള ഈ പോയിന്റ് ട്രഫുകൾ എന്ന് വിളിച്ചു. അതേപോലെ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ കേസിൽ ഇങ്ങനെ ഒരു റീജിയൻ ഉണ്ട്. പക്ഷെ അതിനെ ക്രസ്റ്റ് ട്രഫ് എന്നല്ല വിളിക്കാറ്, അതിന് മറ്റൊരു പേരാണ് വിളിക്കുക. അതെന്തായിരിക്കും? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഫസ്റ്റ് റീജിയൻ നമുക്ക് നോക്കാം. നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു ഫസ്റ്റ് റീജിയൻ നമുക്ക് കാണാം. സ്റ്റീലെ ഈ ഒരു റീജിയൻ നമ്മൾ നോക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ അടുത്തായിട്ടാണല്ലേ? വളരെ അടുത്തായിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു റീജിയൻ നമുക്ക് വിളിക്കുന്നത് ഹൈ പ്രഷർ അല്ലെ? അവിടെ എന്തായിരിക്കും? ഹാവിങ് പ്രഷർ അല്ലെ? അവിടെ പ്രഷർ എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. പ്രഷർ വളരെ ഹൈ ആയിരിക്കും. വളരെ ഹൈ ആയിരിക്കും അല്ലേ? അപ്പം ഇത്തരം പ്രഷർ കൂടിയ ഈ റീജിയനെ നമ്മൾ കംപ്രഷൻ എന്താ വിളിക്കുക? ഇത് നമ്മൾ അത്തരം റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈസ് നോൺ ആസ് കംപ്രഷൻ. ആൻഡ് ഓക്കെ, അതിനാണ് നമ്മൾ കംപ്രഷൻ എന്ന് വിളിക്കുന്നുണ്ടായി. ഓക്കെ ആണല്ലോ? അപ്പം കംപ്രഷൻസ് എന്താണെന്ന് കണ്ടു. ദെൻ രണ്ടാമത്തെ റീജിയൻസ് ചെയ്തിട്ടുള്ളത് 6 എന്നാണ്. ഓക്കെ, ഈ റീജിയന്റെ പ്രത്യേകത എന്താ? ഇവിടെ എന്തായിരിക്കും? പാർട്ടികൾക്ക് കുറച്ചൊരു ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ? അതിനിടയിൽ കുറച്ച് ഗ്യാപ്സ് ഉണ്ട്. ഈ ഒരു ലിങ്കിന്റെ കീഴിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഓരോ പാർട്ടികളിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഇത്തരം റീജിയൻ എന്താണ്? പ്രഷർ എന്തായിരിക്കും? പ്രഷർ കുറവായിരിക്കും. ഇത്തരം റീജിയനെ നമ്മൾ റെയർ ഫ്രാക്ഷൻ എന്താണ് വിളിക്കുക? റെയർ ഫ്രാക്ഷൻ. അപ്പം ട്രാൻസ്വേഴ്സ് വേവ്സിലുള്ള ക്രസ്റ്റും ട്രഫിനും പകരമായിട്ട് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്താണ്? ഈസ് കംപ്രഷൻസ് ആൻഡ് റെയർ ഫ്രാക്ഷൻ. അവരുടെ പ്രത്യേകത എന്താണ്? അവിടെ നമ്മുടെ പ്രഷറിൽ ഉണ്ടാകുന്ന വേരിയേഷൻ. കംപ്രഷൻ റീജിയനിൽ ഹൈ പ്രഷർ ആയിരിക്കും, റെയർ ഫ്രാക്ഷൻ ലോ പ്രഷർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? യാ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ദെൻ ഫർദർ കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം നമ്മുടെ സൗണ്ട് അല്ലെ? സൗണ്ട് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ഫോർ ദ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സൗണ്ടിന് എന്താണ്? ഒരു മീഡിയം ആവശ്യം. നമുക്കറിയാം ഒരു മെക്കാനിക്കൽ വേവ് മീഡിയം ആവശ്യം. അത് കൂടാതെ ഒരു സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഒരു മീഡിയത്തിലൂടെ എയറിനോട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എയറിലുള്ള പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ദ വേവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഇവിടെ ട്യൂൺ ഫോർക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ട്യൂൺ ഫോർക്കിലായാലും ഒരു നമ്മളത് ട്യൂൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കേൾക്കാൻ കഴിയും ബസിങ് സൗണ്ട്, അതിൽ കൂടുതൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പൊ അതിലെങ്ങനെയാണ് മൂവ്മെന്റ്? ഒരു ഈ ഒരു
ഹൈ പ്രഷർ റീജിയൻ, ലോ പ്രഷർ റീജിയൻ, ഹൈ പ്രഷർ. അത് ആ ഒരു ഫോർമാറ്റ് ആയിരിക്കും ഏതിന്റെ മൂവ്മെന്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സൗണ്ടിന്റെ, ഒരു എയറിലുള്ള സൗണ്ടിന്റെ മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. യാ, ദെൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ബോക്സ് കാണാം, ടാബിൾ കാണാൻ പറ്റും. അതിൽ ട്രാൻസ്വേഴ്സ് വേവ്സിനെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെയും ക്ലാസിഫൈ ചെയ്യും. ട്രാൻസ്വേഴ്സ് വേവ്സ് എന്താണ്, അതിന്റെ വേവ് പാറ്റേൺ ഇതാ ഇങ്ങനെ ഒരു സൈനസോയിഡ് സമയത്തിനനുസരിച്ച് മാറുന്ന തരത്തിൽ അല്ലേ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതേസമയം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നമ്മൾ കണ്ടു, അതെങ്ങനെയാണ് ഒരു ഹൈ പ്രഷർ റീജിയൻ, ഒരു ലോ പ്രഷർ റീജിയൻ, ഒരു ലോ പ്രഷർ, ആ ഒരു മൊമെന്റ് ആയിരിക്കും. രണ്ടാമത് എന്താണ്, പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, വൈബ്രേറ്റ് ചെയ്തിട്ട് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതേസമയം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ എങ്ങനെയായിരിക്കും, പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ഇവിടെ കംപ്രഷൻസും ഫ്രാക്ചേഴ്സും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാൻസ്വേഴ്സിൽ എന്താണുള്ളത്, ക്രസ്റ്റുകളുമുണ്ട്, ട്രഫുകളുമുണ്ട്. അപ്പൊ ക്രസ്റ്റുകളും ട്രഫുകളും നമുക്കറിയാം, ഈ ഹയസ്റ്റ് പോയിന്റിനെ നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിച്ചു, ഈ ലോവസ്റ്റ് പോയിന്റിനെ നമ്മൾ ട്രഫ് എന്ന് വിളിച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ക്ലിയർ ആയി ഓക്കെ. യാ, ഇനി നമ്മുടെ കംപ്ലീറ്റ് ഡിസ്കഷൻ വരും സൗണ്ടിലോട്ടാണ്. ഓക്കെ, നമ്മൾ ഏകദേശം ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സൗണ്ടിനെ കുറിച്ച്. അപ്പോൾ എന്താണ് ഒരു സൗണ്ട്? അല്ലേ, നമുക്കറിയാം സൗണ്ട് അല്ലേ, സൗണ്ട് എന്ന് പറയുന്നത് മെക്കാനിക്കൽ വേവ് ആണ്. സൗണ്ട് ഒരു മെക്കാനിക്കൽ വേവിൽ തന്നെ അതൊരു ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്. അതായത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനാണ് മീഡിയത്തിലുള്ള വൈബ്രേഷൻസ്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സൗണ്ടിന്റെ സ്പീഡിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ഡിസ്കഷൻ. ഓക്കെ, നമുക്കറിയാം സൗണ്ടിന്റെ ഒരു മീഡിയം ആണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് മൂന്ന് മീഡിയങ്ങളുണ്ട്, ഖരം, ദ്രാവകം, ആണവം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പം ഈ ഒരു നമ്മൾ ക്ലാസ് റൂമിൽ ഒരു ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്താണ്, ശബ്ദം ആ ഒരു ക്ലാസ്സിലുള്ള എല്ലാ പോയിന്റിലോട്ടും എത്തുന്നുണ്ട്. അതിനുള്ള കാരണം എന്താ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എയർ ഉണ്ടല്ല, എയറിന് പ്രസക്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു സൗണ്ട് ത്രൂ ഔട്ട് ആ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അത് ഫില്ല് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ട്, ഇതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് വേവ് മോഷൻ എന്ന് വിളിച്ചു, ഫസ്റ്റ് സെക്ഷൻ. ഓക്കെ, യാ, നൗ വി ആർ കൺസിഡറിങ് ദാറ്റ് ഈ ഒരു ഗ്യാസ് മാത്രം, അതായത് നമ്മുടെ ഗ്യാസ് ഫോർമാറ്റ്, ഗ്യാസ് മാത്രമാണ് സൗണ്ടിന്റെ മീഡിയം ആയിട്ട് ആക്ട് ചെയ്യാം. അല്ല അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ ഒരു ബെഞ്ച് എടുക്കുന്നത്, അല്ലെ, ബെഞ്ച് തല വെച്ച് ബെഞ്ചിൽ വെച്ച്. ഓക്കെ, അതായത് നമ്മൾ ബെഞ്ചിൽ താളം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കേൾക്കാം, ആ ഒരു സൗണ്ട് നമുക്ക് ബെഞ്ചിൽ കേൾക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതിനുള്ള കാരണം കൊണ്ടാണ് ഈ ഒരു സോളിഡ് ഈ ഒരു ഗ്യാസിന്റെ സോറി ഈ ഒരു സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത്, മീഡിയം ഫോർ ദിയർ പ്രൊപ്പഗേഷൻ. ഓക്കെ, അതേപോലെ നമ്മുടെ എന്ത് സോളിഡ് മാത്രമല്ല, ലിക്വിഡും എന്ത് ചെയ്യുന്നു, ഒരു മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഡിസ്കഷൻ എന്താണ്, അതായത് എത്ര മാത്രം സ്പീഡിലായിരിക്കും ഈ ഒരു സോളിഡിലൂടെ, ലിക്വിഡിലൂടെ, ഗ്യാസിലൂടെ പ്രൊപ്പഗേഷൻ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. യാ, ഓക്കെ, നമ്മൾ ഇവിടെ നോക്കാം. ഇപ്പം ഇവിടെ അലൂമിനിയം അല്ലെ, സോളിഡ് അലൂമിനിയം. ഓക്കെ, അപ്പൊ ഈ അലൂമിനിയത്തിന്റെ പ്രത്യേകത നോക്ക്, അതിലുണ്ടാകുന്ന നിശ്ചിത ടെമ്പറേച്ചർ ഉണ്ടാവും. നമ്മൾ അടുത്ത ഡിസ്കഷൻ സെക്ഷനിൽ പറയുന്നത് ടെമ്പറേച്ചർ ഡിപെൻഡൻസ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, സോളിഡ് ആയിട്ടുള്ള അലൂമിനിയത്തിലൂടെ സ്റ്റീലിലൂടെ ഇതിന്റെ മൂവ്മെന്റ് ഏകദേശം 6420 5941 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അത്രയാണ് അതിന്റെ സ്പീഡ് വരുന്നത്. അതേസമയം നമ്മൾ ഇവിടെ ഗ്യാസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ എയറിലൂടെയുള്ള എയറിലൂടെയുള്ള സ്പീഡ് എത്ര വരുന്നത്, 340, വളരെ കുറവ്. ഓക്കെ, അതാ പറഞ്ഞിട്ടുള്ളത്, എല്ലാ മീഡിയത്തിലൂടെയും സൗണ്ടിന്റെ ട്രാൻസ്ഫർ ഒരുപോലെ ആയിരിക്കും. സൗണ്ടിന്റെ സ്പീഡ് എല്ലാ മീഡിയത്തിലും ഈക്വൽ ആയിട്ട് ആയിരിക്കില്ല മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഏറ്റവും സ്പീഡ് കൂടുതൽ എവിടെയാണ്, സോളിഡ്സിലാണ്. അല്ലെ, നമ്മൾ കണ്ടു എക്സാമ്പിൾ, സോളിഡ്സിലായിരിക്കും ഏറ്റവും ഫാസ്റ്റില് സൗണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതേസമയം നമ്മുടെ ലിക്വിഡിലായാലും ഗ്യാസ് ആയിരിക്കും സോളിഡ്സിനേക്കാളും കുറവാണ്. ഏറ്റവും കുറവ് വേഗത ഏതിലൂടെ ആയിരിക്കും, ഗ്യാസിലൂടെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. യാ, ദാറ്റ്സ് ഇറ്റ്. നൗ വി ആർ ഗോയിങ് ഡിസ്കസിങ് അബൌട്ട് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ, അപ്പം നമ്മൾ പറഞ്ഞു സൗണ്ട് മീഡിയത്തിന്റെ ടൈപ്പ് മാത്രമല്ല, ഇതൊക്കെയല്ല, മീഡിയത്തിന്റെ ടൈപ്പ് മാത്രമല്ല
മറ്റൊരു കാര്യങ്ങളും കൂടെ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ ഒരു സൗണ്ടിന്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണത്? ടെമ്പറേച്ചർ അല്ലേ? രണ്ടാമത്തെ ഫാക്ട് ആണ് ടെമ്പറേച്ചർ. അപ്പം ഇവിടെ പറയുന്നത് ജസ്റ്റ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. എന്താണ് അതിന്റെ ഒരു ട്രെൻഡ്? അതായത് ടെമ്പറേച്ചർ എങ്ങനെ സൗണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു? അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ സൗണ്ട് കൂടുമോ? അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സൗണ്ടിന്റെ സ്പീഡ് കുറയോ? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കാം. When the temperature increases, the speed of the sound between the medium. ആ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു മീഡിയത്തിലൂടെ ഉണ്ടാകുന്ന സൗണ്ടിന്റെ സ്പീഡും എന്ത് ചെയ്യും? ഓൾസോ ഇൻക്രീസ് ചെയ്യും. വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഇമ്പോർട്ടൻറ്റ് ഈ ഒരു കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതിന് ഇവിടെ നമുക്ക് എക്സാമ്പിൾ ഉണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? സ്പീഡ് അല്ലേ? അപ്പം ഒരു എയറിലൂടെ ഉണ്ടാകുന്ന 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേന് സൗണ്ടിന്റെ സ്പീഡ് 331 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് സ്പീഡ് എത്ര ആയിട്ട് കൂടി? 343 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൂടിയിട്ടുണ്ട്. എഗെയിൻ ടെമ്പറേച്ചർ 25 ആയിട്ട് മാറി. എഗെയിൻ സ്പീഡ് എത്ര ആയിട്ട് മാറി? 346 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട്. അപ്പൊ തന്നെ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണ്? ഈ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ട് ഫാക്ടേഴ്സ് കണ്ടു. ഒന്ന് ടൈപ്പ് ഇല്ലേ? ടൈപ്പ് അല്ലേ? ടൈപ്പ് ഓഫ് ദ മീഡിയം. ഓക്കെ, ദെൻ രണ്ടാമത് എന്താണ്? ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചർ അല്ലേ? ഈ മീഡിയത്തിന്റെ ടെമ്പറേച്ചർ. അപ്പം ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ സ്പീഡ് ആ ഒരു മീഡിയത്തിലോട്ട് ഉണ്ടാകുമ്പോൾ സ്പീഡും കൂടുന്നുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? Then now we are going to discussing about some phenomena of sound. Okay, phenomena of sound. So എന്തൊക്കെയാണ് സൗണ്ടിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫിനോമിനകൾ? ഓക്കെ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലെക്ചറിൽ നമ്മൾ 3 ഡിഫറെന്റ് ഫിനോമിനാസ് ഉണ്ട്. ദാറ്റ് ഈസ് ഒന്ന് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റിവർബറേഷൻ, ആൻഡ് ദ തേർഡ് വൺ ഈസ് എക്കോ. First of all, we are starting with the reflection of sound. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു കുട്ടിയെ കാണും അല്ലെ? ഈ ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? 2 PVC പൈപ്പ് ഈ PVC പൈപ്പിൽ എ എന്ന് പറഞ്ഞ പൈപ്പിന്റെ ഒരു എൻഡിൽ ഒരു ക്ലോക്ക് ഉണ്ടായി വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഒരു ക്ലോക്ക് ഉണ്ട്. ഓക്കെ, ദെൻ ഓപ്പോസിറ്റ് എൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതേപോലെ ബി എന്ന് പറഞ്ഞ പൈപ്പിന്റെ ഒരു എൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ കൊണ്ടുപോയി രണ്ടാമത്തെ എൻഡിൽ ഇവന്റെ ചെവി അല്ലെ? അതെന്ത് ചെയ്ത് ചെവിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം ചോദ്യം ഇതാണ്, ഈ പയ്യന് ഈ ഒരു ക്ലോക്കിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുമോ ഇല്ലയോ? അതാണ് ചോദ്യം അല്ലേ? അപ്പം യെസ്, ഷുവർലി കേൾക്കാൻ കഴിയും. എന്തായിരിക്കും അതിന്റെ ഉത്തരം? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ ഇറ്റ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് അല്ലെ? സൗണ്ടിന്റെ റിഫ്ലക്ഷൻ. അപ്പം എന്തായിരിക്കും സൗണ്ടിന്റെ റിഫ്ലക്ഷൻ? നമുക്കറിയാം ലൈറ്റിന്റെ റിഫ്ലക്ഷനെ കുറിച്ച് നമ്മൾ അറിയില്ലേ? ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മീഡിയത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഈ മീഡിയത്തിലൂടെ പോയി എന്ത് സംഭവിക്കും? മീഡിയ അല്ല, ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ പോയിട്ട് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ലൈറ്റ് എന്ത് ചെയ്യും? അതേ മീഡിയത്തിലോട്ട് തന്നെ തിരിച്ചു വരും. അതിനാണ് നമ്മൾ ലൈറ്റിന്റെ കേസിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മുടെ സൗണ്ടിന്റെ കേസിൽ. ഇവിടെ എന്താ ചെയ്യുന്നത്? സൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതാണ് അതിന്റെ സോഴ്സ്. ക്ലോക്കാണ് സോഴ്സ്. ആ ക്ലോക്കിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? സൗണ്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെയാണ് ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടുള്ളത്. ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഗ്ലാസ് പ്ലേറ്റ് പോയിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നു അല്ലെ? ഇൻസിഡന്റ് ചെയ്തു. ദെൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചിട്ട് ഈ ഒരു വേറൊരു പാത്തില് ബി എന്ന് പറഞ്ഞ പാത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് ആ പയ്യന്റെ അടുത്തേക്ക് അല്ലെ? പയ്യന്റെ ചെവിയിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ശബ്ദം എത്തുന്നുണ്ട്. It is called the reflection. This is nothing but the reflection of the light. ഒരു സ്മൂത്ത് ആയിട്ടുള്ള മീഡിയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തട്ടി കഴിഞ്ഞാൽ സൗണ്ടിന് റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? that is known as reflection of light. Okay, then നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഓക്കെ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. എന്തായിരിക്കും മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ? പറഞ്ഞിട്ട് സൗണ്ട് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് റിപ്പീറ്റഡ്ലി ഫ്രം ഡിഫറെന്റ് ഒബ്ജക്റ്റ് അല്ലെ? അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒബ്ജക്റ്റിൽ ലൈറ്റ് റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? റിഫ്ലക്ട് ചെയ്യാം. അതിനെ നമ്മൾ വിളിക്കുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കുട്ടിയെ കാണാം അല്ലെ? ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റൂമിൽ കൈ കൊട്ടുന്നു അല്ലെ? കൈ കൊട്ടുന്നു. അപ്പൊ ഈ കൈ കൊട്ടുമ്പോഴുള്ള ശബ്ദം നമുക്ക് കാണാം. അതിന്റെ ഭാഗത്തില് ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മള് റൂമിലാണ്
സീലിംഗ് ഉണ്ട്, 4 വാൾസ്, ഫ്ലോർ ഉണ്ട്. അപ്പം ഈ കുട്ടിയുടെ കൈ കൊട്ടുന്ന എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, സീലിങ്ങിൽ പോയിട്ട് തട്ടിയിട്ട് വരുന്നുണ്ട് അല്ലെ, ഒരു റിഫ്ലക്ഷൻ. രണ്ടാമത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫ്ലോറിൽ തട്ടിയിട്ട് again ആ കുട്ടിയുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ടായിരുന്നു, രണ്ടാമത്തെ റിഫ്ലക്ഷൻ. മൂന്നാമത്തെ എന്താണ്, ഇതിന്റെ അല്ലെ മറ്റു വാൾസ്, ഇവിടെ ഒരു വാൾ, ഇവിടെ ഒരു വാൾ അല്ലെ, ഈ വാൾസിലൊക്കെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുട്ടിയുടെ അടുത്തോട്ട് തന്നെ വരും. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ഈ സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഇവിടെ സംഭവിക്കുന്നുണ്ട് അല്ലെ. എന്താണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് ചെയ്തിട്ടുണ്ട്, സൗണ്ട് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് റിപ്പീറ്റഡ്ലി ഫ്രം ഡിഫറെന്റ് ഒബ്ജക്ട്സിൽ ഇവിടെ നിന്നാണ് ഡിഫറെന്റ് റിഫ്ലക്റ്റിംഗ് സർഫസുകൾ ഉണ്ട്. ആ റിഫ്ലക്റ്റിംഗ് സർഫസിലൊക്കെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സൗണ്ട് തിരിച്ചു വരുന്നത്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അപ്പം ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ആപ്ലിക്കേഷൻ അല്ലെ നമുക്ക് നോക്കാം. അപ്പം നമുക്കറിയാം നമ്മുടെ ഡോക്ടർമാരുടെ കേസ് സ്റ്റെതസ്കോപ്പ് അല്ലെ, സ്റ്റെതസ്കോപ്പിനെ ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യാൻ ആ ഒരു ഫോർമാറ്റ് അറിയാൻ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ സ്റ്റെതസ്കോപ്പിൽ എന്താണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ തന്നെയാണ് അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മിനിറ്റിൽ എന്ത് ചെയ്ത് നമ്മൾ ഈ ഒരു ശരീരത്തിലേക്ക് അല്ലേ, അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ട്യൂബിലൂടെ നടന്നിട്ട് ഫൈനലി ഈ ഇയറിൽ വെക്കുന്ന ഈ ഒരു റീജിയനിൽ പോവാണ്. അങ്ങനെ അവർ ഈ ഒരു ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ട്രംപറ്റ്, അതേപോലെ മെഗാഫോൺസ് ഒക്കെ എന്താണ് ഇതേപോലെ തന്നെയാണ്. ഇപ്പൊ ഈ ഒരു ഷഹനായിയുടെ ഈ എൻഡ് നോക്കുകയാണെങ്കിൽ ഈ എൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, സൗണ്ട് കൊടുക്കുന്നുണ്ട്, സൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഷഹനായിയുടെ ഈ ഉള്ളിലെ ഭാഗമായിട്ട് മൾട്ടിപ്പിൾ ദെൻ ഇതിന്റെ ഈ ഒരു ഓപ്പൺ എൻഡ് എന്ത് ചെയ്യുന്നു, ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സംഭവിച്ചിട്ട് ആ സൗണ്ട് പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത് അല്ലെ, പുറത്തേക്ക് വിടുന്നുണ്ട്. അവിടെ കാണിക്കുന്ന സൗണ്ട് പ്രൊഡ്യൂസർ ഓൺലി വിതൗട്ട് സ്പ്രെഡിങ് ടു അതർ ഡയറക്ഷൻ. മറ്റേ ഡയറക്ഷനിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം, ഒരേ ഡയറക്ഷനിലോട്ട് മാത്രം സൗണ്ടിനെ കത്തി വിടുകയാണ് ചെയ്യുന്നത്, പുറത്ത് വിടുകയാണ്. അപ്പം ഇതിനൊക്കെ എന്തായിരിക്കും, ഒരു കോണിക്കൽ ഷേപ്പ്ഡ് ഓപ്പൺ എൻഡ് ആയിരിക്കും. ഈ കോണിക്കലിന്റെ കോൺ ഫോർമാറ്റിൽ ഇത് ഓപ്പൺ എൻഡ് ആണ് അല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സൗണ്ടിനെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഈ ഒരു സഹായിക്കും. ദെൻ അതുകൂടാതെ മറ്റു വേറെ സിറ്റുവേഷൻ എന്ത് ഹാൾസിന് നമുക്കറിയാം, ഒരു നമ്മളെ ഹാളിലെ ഒരു ഹാള്, ഈ ഹാളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയൊരു ഹാളിലെ സൗണ്ട് എത്തുന്നതിന് സഹായിക്കുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലേ, അതൊരു സോഴ്സിൽ സൗണ്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പം അതിന്റെ ഒരു സർക്കുലർ വാൾ, സർക്കുലർ അല്ലെങ്കിൽ റൗണ്ട് സ്ട്രക്ചറുള്ള ഒരു വാൾ, ആ വാൾസിൽ എന്ത് ചെയ്യാണ്, തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സൗണ്ട് നമ്മളെ ഓഡിയൻസിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് അല്ലേ. അപ്പം മൾട്ടിപ്പിൾ റിഫ്ലക്ഷന് അങ്ങനെ കുറെ അപ്ലിക്കേഷൻ. യാ, അപ്പൊ ചോദ്യം, ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ റിഫ്ലക്ഷൻ, സൗണ്ടിന്റെ റിഫ്ലക്ഷൻ വളരെ കൂടിക്കഴിഞ്ഞാൽ അത് കുറച്ച് സിറ്റുവേഷൻ, കുറച്ച് പ്രോബ്ലംസ് അത് ഉണ്ടാക്കാം. അപ്പം അങ്ങനത്തെ രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ റിവർബറേഷൻ. ഇറ്റ് ഈസ് നോൺ ആസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് കോൾഡ് റിവർബറേഷൻ. ഓക്കെ, അപ്പം റിവർബറേഷനിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് മറ്റൊരു കാര്യം കണ്ടെത്തേണ്ടതുണ്ട്. അതിനെ നമ്മൾ വിളിക്കും, ഫസ്റ്റ് അതിനെ വിളിക്കുന്നത് പെർസിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കണ്ണ് തന്നെ, നമ്മുടെ കണ്ണിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കണ്ണിൽ എന്ത് ചെയ്യുന്നു, ഒരു കാഴ്ച എങ്ങനെയാണ് ഇമേജ് റെറ്റിനയിൽ ഓക്കെ, ആ റെറ്റിനയിൽ ഫോം ചെയ്തിട്ടുള്ള ഇമേജ്, ഒബ്ജക്റ്റിന്റെ ഇമേജ് നമ്മുടെ കണ്ണിൽ ഏകദേശം 1/16 അല്ലെ, 1/16 അവിടെ നിലനിൽക്കും. നമുക്കറിയാവുന്ന കാര്യം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അതുകൊണ്ടാണ് നമ്മുടെ വർണ്ണപ്പകരൊക്കെ നമുക്കൊരു ഒരു സെക്കൻഡിൽ 16 കൂടുതൽ തവണ കറക്കാൻ ഒരു വൈറ്റ് ലൈറ്റ് കളറായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു വൈറ്റ് ലൈറ്റ് കാരണം എന്തുകൊണ്ടാണ്, ഒന്നിൽ കൂടുതൽ കളർ 1/16 മുന്നേ തന്നെ ഒന്നിൽ കൂടുതൽ കളർ, അതായത് ആ വിജ്വർ കളർക്ക് കംപ്ലീറ്റ് നമ്മുടെ പതിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെ എല്ലാം കൂടെ ഒരു കമ്പൈൻഡ് ഫോം ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ആ സെയിം കൺസെപ്റ്റിനെയാണ് നമ്മൾ എവിടെയും നമ്മുടെ ശബ്ദത്തിന്റെ കേസ്. ഓക്കെ, എന്താണ് ശബ്ദം എന്ന് പറഞ്ഞത്,
നമ്മുടെ ചെവിയില് ഒരു ശബ്ദം വേറെ 1/10 സെക്കൻഡ്, അതായത് 0.1 സെക്കൻഡ് വരെ എന്ത് ചെയ്യും, ചെവിയിൽ ആ ഒരു സൗണ്ട് നിലനിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക, പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി. ഓക്കെ, അപ്പം നമുക്കൊരു സംശയം വരും, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി ഈ റിവർബറേഷൻ ബന്ധമുണ്ട്? യാ, ബന്ധമുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പം എന്താണ്, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു 0.1 സെക്കൻഡ് വരെ നമ്മുടെ ചെവിയിൽ ആ ഒരു സൗണ്ട് നിലനിൽക്കും. അതേസമയം മറ്റൊരു സൗണ്ട് കൂടെ വരികയാണ്, 0.1 സെക്കൻഡ്. വൺ ക്യാൻ ഹിയർ ബോത്ത് ദ സൗണ്ട്സ്. എന്താ പറഞ്ഞത്, ഈ ഒരു സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, 0.1 സെക്കൻഡ് മുന്നേ അടുത്തൊരു സൗണ്ട് നമ്മുടെ ചെവിയിൽ കേൾക്കും. ഓൾറെഡി നമ്മൾ ശബ്ദം കേട്ടിട്ടുണ്ട്, അത് നമ്മുടെ ചെവിയിലുണ്ട്. ഓക്കെ, 0.1 സെക്കൻഡ് വരെ അത് ആ ചെവിയിൽ നിൽക്കുകയും ചെയ്യും. അപ്പം അതിന്റെ മുന്നേ തന്നെ ഒരു മൈക്രോ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു നാനോ സെക്കൻഡ് മറ്റൊരു ശബ്ദം കൂടെ നമ്മൾ ചെവിയിലോട്ട് പോകും. എന്ത് സംഭവിക്കും, ഈ നമ്മുടെ ചെവിയിൽ അനുഭവപ്പെടുന്നത് ഈ രണ്ട് സൗണ്ടിന്റെയും കൂടെ കമ്പൈൻഡ് ഫോം, a combined form of these two sounds, mixed form of these two sounds. അപ്പൊ എന്ത് സംഭവിക്കും, അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക, അപ്പൊ സംഭവിക്കല് നമുക്ക് രണ്ട് സൗണ്ടും വൃത്തിയിൽ കേൾക്കാൻ കഴിയില്ല. നമുക്ക് ഉണ്ടാവുന്ന ഒരു ബൂമിങ് സൗണ്ട് ആയിരിക്കും, ഒരു ബൂമിങ് സൗണ്ട് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ആ ബൂമിങ് സൗണ്ട് ഒരു മൂളക്കായിരിക്കും. നമ്മൾ സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന കറക്റ്റ് സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല, ഒരു മൂളൽ പോലെ അനുഭവപ്പെടുന്നതായിരിക്കും. സോ അതിനെ നമ്മൾ ബൂമിങ് സൗണ്ട്. ഈ ഒരു ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവർബറേഷൻ. സോ റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അല്ലേ, അതായത് നമുക്കിവിടെ കാണാം അല്ലെ, ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ഒരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സർഫസിൽ തട്ടുന്നുണ്ട്. അതിന്റെ മുകളിലുള്ള സർഫസിലും സൈഡിലുള്ള സർഫസിലും ഒക്കെ തട്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിലോട്ട് അത് എത്തുക, അല്ലെ, ഓഡിയൻസിലോട്ട് അത് എത്തുകയാണ് ആഫ്റ്റർ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഫലമായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അപ്പം എന്തായിരിക്കും, ഒരു മറ്റേ 0.1 സെക്കൻഡിന്റെ മുന്നേ ആയിരിക്കും എല്ലാ സൗണ്ടും എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതൊരിക്കലും ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ഒരു ബൂമിങ് സൗണ്ട് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ബൂമിങ് സൗണ്ട് അല്ലെ, ബൂമിങ് സൗണ്ട്. അപ്പൊ ആ ബൂമിങ് സൗണ്ട് ആയിരിക്കും. അപ്പം ആ ബൂമിങ് സൗണ്ട് എങ്ങനെയായിരിക്കും, അതൊരു അതായത് നമുക്ക് എന്ത് ചെയ്യില്ല, ആ പറഞ്ഞ ആ ഒരു സോഴ്സിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള സൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യില്ല, ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ടായിരിക്കും. ആ ഒരു ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവർബറേഷൻ. ഓക്കെ ആണല്ലോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവർബറേഷൻ. Then finally we are moving into the concept of echo. What is echo? Echo നമുക്ക് വളരെ ചെറുതാണ് അല്ലെ, അതായത് നമുക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു റൂമിൽ ശബ്ദം ഉണ്ടാക്കി, ഒരു ക്ലാസ് റൂമിൽ കയറി നമ്മൾ ശബ്ദം ഉണ്ടാക്കി. അപ്പൊ നമ്മൾ പറയും, ഓ ഈ ക്ലാസ്സിൽ ഭയങ്കര എക്കോ ഉണ്ട് അല്ലെ, എക്കോ ഉണ്ട് നമുക്ക്. അതായത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഹലോ എന്ന് പറഞ്ഞാൽ ഒരു ഹലോ എന്ത് ചെയ്യും, ആ ക്ലാസ്സിനെ പ്രതിഫലിച്ചിട്ട് ഒരു മുഴക്കം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഹലോ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും. കൂടാതെ എന്ത് ചെയ്യും, ആ ഒരു ക്ലാസ് റൂം കുറച്ച് സമയം കണ്ടിന്യൂസ് ആയിട്ട് ഹലോ 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 ആ ഒരു റിതമിക് ടോണിൽ അത് കേൾക്കുന്നത് ഒരു റെഗുലർ ഇന്റർവെല് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ആ ഒരു ശബ്ദം, ആ ഒരു പുറത്തുവിട്ട ശബ്ദത്തിൽ കേൾക്കാനായിട്ട് കഴിയുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ സിംപ്ലി എക്കോ എന്ന് നമ്മൾ വിളിക്കുക. അതിനെ നമ്മൾ എക്കോ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടായി. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് എക്കോ? എക്കോ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എക്കോ എന്ന് പറഞ്ഞാൽ ഫിനോമിന ഓഫ് ഹിയറിംഗ് എ സൗണ്ട് ബൈ റിഫ്ലക്ഷൻ ഫ്രം എ സർഫസ് ഓർ ഒബ്സ്റ്റാക്കിൾ ആഫ്റ്റർ ഹിയറിംഗ് ഓഫ്. എന്താ പറഞ്ഞത്, ഒരു സൗണ്ട് അല്ലേ, അതായത് എന്താണ്, ഒരു സൗണ്ട് നമ്മൾ കേൾക്കുക. എങ്ങനെയാണത്, ആ സൗണ്ട് എങ്ങനെ സൗണ്ട് നമ്മൾ കേൾക്കുന്നത്, ഒരു സർഫസിൽ നിന്ന്, ഒരു തടസ്സത്തിൽ നിന്ന്, ഒരു സർഫസിൽ നിന്ന് റിഫ്ലക്ഷൻ, അതായത് സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ. അപ്പം ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ നിന്ന് ഉണ്ടാകുന്ന സൗണ്ട് എന്ത് ചെയ്യാണ്, നമ്മൾ കേൾക്കുകയാണ് ആഫ്റ്റർ ഹിയറിംഗ് ഒറിജിനൽ സൗണ്ട്. ഒറിജിനൽ സൗണ്ട് കേട്ടതിന് ശേഷം. അപ്പൊ ആദ്യം ഒരു ഒറിജിനൽ സൗണ്ട് കേൾക്കും, അതിന് ചെറിയൊരു ടൈം, ഒരു ചെറിയൊരു ടൈം ഗ്യാപ്പ് വന്നു, ഒറിജിനൽ സൗണ്ട് കേട്ടു, അതിനുശേഷം ഒരു ചെറിയൊരു ടൈം ഗ്യാപ്പ് വന്നു. അതിനുശേഷം നമ്മൾ ഇതേ സൗണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, റിഫ്ലക്ഷൻ ഫ്രം അനദർ സർഫസ്, മറ്റു സർഫസിൽ റിഫ്ലക്ഷൻ ആയിട്ട് ഇതേ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്കോ. കേട്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്നത് എക്കോ. ഓക്കെ ആണല്ലോ. ഈ എക്കോസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കണ്ടീഷൻ. ഇപ്പൊ നമ്മളെ നമ്മളിപ്പോ എല്ലാ റൂമിലും പോയി ചെയ്യാണ് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ എക്കോ ഉണ്ടാകും. ഇത് ഇമ്പോർട്ടൻ്റ് അല്ലേ, നമ്മളൊരു കുഞ്ഞു റൂമിൽ പോകും, അവിടെ നമ്മള് എന്ത് ചെയ്യും, അത്ര സൗണ്ട് എക്കോ ഉണ്ടാവില്ല. പകരം എക്കോ
നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. എത്രയാണത്? ഈ should be greater than 17 feet. രണ്ട് വാളുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 17 മീറ്ററിൽ രണ്ട് റൂമിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ എക്കോ ഫോം ചെയ്യാൻ, എക്കോ നമ്മൾ ആ ശബ്ദം തന്നെ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റെഗുലേഷൻ കേൾക്കുകയാണ്, നമ്മൾ പറയുന്ന എക്കോ ഉണ്ട് അല്ലേ? അപ്പൊ ആ എക്കോ ഉണ്ടാവണമെന്നുള്ള ആ റൂമിലെ വാൾസിനുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 17 മീറ്റർ അല്ലെ? 17 മീറ്ററിൽ കൂടുതലാണ് മാത്രമേ എന്ത് ചെയ്യൂ അവിടെ എക്കോ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ ആണല്ലോ? യാ, ദാറ്റ്സ് ഇറ്റ്. സോ അതാണ് എക്കോന്റെ കൺസെപ്റ്റ്. നമുക്ക് എന്തായിരിക്കണം? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 17 മീറ്റർ ആയിരിക്കണം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു പ്രോബ്ലം നോക്കാം. എന്താണ് പ്രോബ്ലം? യാ, ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്രാക്ക് അല്ലെ, ഒരു പടക്കം പൊട്ടിച്ചു. അപ്പൊ അതിന്റെ എക്കോ 1 സെക്കൻഡിന് ശേഷം ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. റിഫ്ലക്റ്റിംഗ് സർഫസിലോട്ടുള്ള അതിന്റെ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ തന്നിട്ട് ചോദ്യമാണ്. അപ്പം ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരാൾ, ഓക്കെ, ഇവിടെ ഒരു പടക്കണ്ട്, ഇവിടെ ഒരു ആള്, അവിടെ ഒരു പടക്കം ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓക്കെ. ദെൻ ഇതാണ് നമ്മളെ റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പോ യാ, ഈ ഒരു പടക്കം പൊട്ടി, പടക്കം ചെയ്തിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ ഈ സൗണ്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ റിഫ്ലക്റ്റിംഗ് സർഫസിലോട്ട് പോകും. ഓക്കെ, റിഫ്ലക്റ്റിംഗ് സർഫസിലോട്ട് പോകും. ഓക്കെ ആണല്ലോ? എന്തിനാണ് സൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പടക്കം പൊട്ടി ആ സൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ റിഫ്ലക്റ്റിംഗ് സർഫസിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ തിരിഞ്ഞോണ്ട്, ഈ ഡിസ്റ്റൻസിനെ നമുക്ക് ഡി എന്ന്, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ഡി എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? ഈ ഡിസ്റ്റൻസിനെ നമുക്ക് ഡി എന്ന് വിളിക്കും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞിട്ട് എന്താണ്, ഈ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്കോ കേട്ടിട്ടുണ്ട് ഒരു സെക്കൻഡിന് ശേഷം. അപ്പൊ എക്കോ കേട്ടെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റിഫ്ലക്റ്റിംഗ് സർഫസിൽ നിന്നും സൗണ്ട് എന്ത് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് ഇയാൾ എത്തിയിട്ടുണ്ട് അല്ലേ? റിഫ്ലക്ട് ചെയ്ത് അയാൾക്ക് എത്തിയിട്ടുണ്ട്, അതായത് ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ച് ഇയാൾക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും, 2D ആയി. ഓക്കെ ആണല്ലോ? ഈ ഡിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 2D ആയി. ഓക്കെ, 2D ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് ഒരു സെക്കൻഡ് ആണ്, ഒരു സെക്കൻഡിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് ചോദിക്കും. വെരി സിമ്പിൾ. നമുക്കറിയാം റിലേഷൻ സ്പീഡ് ഓഫ് സൗണ്ട് p is equal to distance traveled divided by time. ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടൈം ആണ്. അപ്പൊ നമ്മളോട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് 2D അല്ലേ? അപ്പൊ ഹിയർ 2D ഡിവൈഡ് ബൈ, നമുക്ക് എന്താ കാണാൻ, ഡിസ്റ്റൻസ് ആണ് കണ്ടത്. അപ്പൊ നമുക്ക് റിയലൈസ് നമുക്കറിയാം സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ എത്രയാണ്, 340. ഓക്കെ, 340 ഇൻറ്റു 1 ദാറ്റ് ഈസ് ടൈം ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 നമ്മൾ തിരിച്ചെഴുതി, അപ്പൊ നമുക്ക് കിട്ടും 170. അപ്പം ഈ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 170 മീറ്റർ. ഓക്കെ ആണല്ലോ? യാ, ദാറ്റ്സ് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് എക്കോ. ഓക്കെ, നമ്മൾ എക്കോയും കംപ്ലീറ്റ്. ഓക്കെ ആണല്ലോ? യാ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്വസ്റ്റിക്സ് ഓഫ് അല്ലേ? നമ്മൾ ഇതോടുകൂടി ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇറ്റ് ഇസ് കോൾഡ് ഫസ്റ്റ് ഓഫ് ഓൾ അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. സോ അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്, അപ്പൊ നമുക്കറിയാം അപ്പം ഈ ഒരു വലിയൊരു ഹാള്, ആ ഹാളിൽ അങ്ങനെ സാധ്യത അല്ലെ, പോസിബിലിറ്റി. ഓക്കെ, അപ്പം അതൊക്കെ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, നമ്മുടെ കേൾക്കുന്ന ശബ്ദം നമുക്ക് എന്ത് ചെയ്യില്ല, കറക്റ്റ് വൃത്തിക്ക് നമുക്ക് എന്ത് ചെയ്യില്ല, ആ ഒരു സോഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സൗണ്ട് ചെവിയിൽ എത്തൂല. ഓക്കെ, അപ്പം അത് നമുക്ക് ഇല്ലാണ്ടാകും. അപ്പം അതെങ്ങനെ നമുക്ക് ചെയ്യാം, അതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് സ്റ്റെപ്സ് നമുക്ക് എടുക്കാൻ പറ്റും, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Acoustics of building is a branch of science that deals with the conveyance fulfilled in the construction of a building for clear. അല്ലേ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യാറുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് അവിടെയുള്ള സൗണ്ടുകൾ കേൾക്കാൻ പറ്റില്ല, ക്ലിയർ ഒഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന വേരിയസ് കണ്ടീഷൻസ് ഒക്കെ എടുക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന സയൻസിന്റെ ഒരു ശാസ്ത്ര ശാഖയാണ് അക്യൂസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അല്ലേ? അപ്പം പ്രശ്നം എന്തൊക്കെയാണ്, നമ്മുടെ റിവർബറേഷനും എക്കോ തന്നെയാണ് പ്രധാന
പ്രശ്നങ്ങൾ. ഓക്കെ, നമുക്കറിയാം റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ അതിനുള്ള കാരണം എന്താണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉള്ള കാരണം എന്താണ്? സ്മൂത്ത് സർഫസ് ഉള്ളതാണ്. ജസ്റ്റ് കണ്ടില്ല, ഒരു സ്മൂത്ത് സർഫസ്. അപ്പോൾ സ്മൂത്ത് സർഫസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? പ്രശ്നങ്ങൾ. സ്മൂത്ത് സർഫസ് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് എന്ത് ചെയ്തു? മേക്ക് ദ ഫ്ലോർ അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ എന്ത് ഫ്ലോർ മാത്രമല്ല, ഇവിടെ വാൾസ് ഫ്ലോറും വാൾസും അതേപോലെ സീലിങ്സും ഒക്കെ എന്താ ചെയ്യുക? റഫാണ്. മിനിമൽസ് അതായത് സ്മൂത്ത് ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവിടെ എന്ത് ചെയ്യും? അവിടെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? റിഫ്ലക്ഷൻ, ഹൈ റിഫ്ലക്ഷൻ വരും. അവിടെ പ്രിപ്പറേഷൻ വരാതെ കൂടും. അപ്പോൾ ബൂമിങ് സൗണ്ട് മാത്രം. ദെൻ അതുകൂടാതെ പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കാർപ്പറ്റുകൾ അല്ലെ, ഫ്ലോറിൽ കാർപ്പറ്റുകൾ യൂസ് ചെയ്യാം അല്ലെ? ഫ്ലോറിൽ കാർപ്പറ്റ്, കാര്യം റിഫ്ലക്ഷൻ കുറക്കാൻ കാർപ്പറ്റ് ഉണ്ടായിരിക്കും. സൗണ്ട് ഒരു റഫായിട്ടുള്ള റിഫ്ലക്ഷൻ കുറയുന്നുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ മറ്റൊന്ന് എന്താണ്? കർവ്ഡ് വാൾസ് പറഞ്ഞിട്ടുണ്ട്. കർവ്ഡ് വാൾസ് കർവ്ഡ് വാൾസ് പറഞ്ഞപ്പോൾ കർവ്ഡ് വാൾസിൽ എന്താണ്? നമുക്ക് ഇങ്ങനെ ഒരു കർവ്ഡ് വാൾസ് ആണ്, ഇങ്ങനെ കർവ്ഡ് വാൾസ് ആണ് സൗണ്ട് എന്ത് ചെയ്യുന്നതായിരിക്കും അല്ലെ? ഹൈ റിഫ്ലക്ഷൻസ് ആ സൗണ്ട് ഉണ്ടായിരിക്കും അല്ലെ? ഹൈ റിഫ്ലക്ഷൻസ് വരും അല്ലെ? അപ്പൊ ഈ ഹൈ റിഫ്ലക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കും? അവിടെ ഉണ്ടാവുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആയിരിക്കും. അപ്പോൾ എന്തുണ്ടായിരിക്കും? ബൂമിങ് സൗണ്ട് ആയിരിക്കും. കറക്റ്റ് കേൾക്കാനായിട്ട് നമുക്ക് കഴിയൂല. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ കർവ്ഡ് സർഫസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം, ഈ ഒരു പ്രശ്നം നമുക്ക് ഓവർകം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ കർവ്ഡ് സർഫസ് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, പിന്നെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? മറ്റേ ആ ഹാളിനകത്ത് കർട്ടനുകൾ എന്ത് ചെയ്യാൻ സൂക്ഷിക്കുക. പിന്നെ അതേപോലെ ഒരുപാട് ഡോറുകളും, അതായത് ജനലുകളും വാതിലുകളും വെക്കുക. പിന്നെ അതേപോലെ നമ്മുടെ വാൾസിനിടയിലുള്ള ഡിസ്റ്റൻസ് അറേഞ്ച്മെന്റ് ശ്രദ്ധിക്കുക. അതായത് നമുക്കറിയാം 17 മീറ്റർ കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ എക്കോ വരും. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്യുക? അറേഞ്ച്. സോ ഇതൊക്കെയാണ് എന്ത് ചെയ്യുക? വേരിയസ് സ്റ്റെപ്സ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ വൈൽ വി ആർ കൺസ്ട്രക്ടിങ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എടുക്കേണ്ടുന്ന സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ. ഓക്കെ ആണല്ലോ. യാ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാണ്? നമ്മള് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെ കണ്ടത്? നമ്മള് എന്താണ് വേവ് മോഷൻ, എന്താണ് ഫസ്റ്റ് നമ്മൾ എന്താണ് വേവ് മോഷൻ അല്ലെ? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അല്ലേ? അതിന്റെ വേവ്സ് രണ്ട് തരത്തിലുള്ള വേവ്സ് ആണ്. രണ്ട് തരത്തിലുള്ള വേവ്സ് മെക്കാനിക്കൽ വേവും ഇലക്ട്രോ മാഗ്നറ്റിക് വേവും. അതായത് ഈ ക്ലാസിഫിക്കേഷൻ ഡിപെൻഡിങ് അപ്പോൺ ദെയർ whether the medium is needed or not their propagation. Okay, so in mechanical waves നെ കേസ് നമ്മൾ again നോക്കുകയാണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ വേവ്സ് നമുക്ക് ചെയ്യാം, again ക്ലാസിഫൈ ചെയ്യാം അല്ലെ? ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവ്സ് നമ്മൾ കണ്ടു. എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? പാർട്ടിക്കിൾസിന്റെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ആ വേവിന്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ അതേസമയം ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ ആണ്. ദെൻ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് കണ്ടു, വേവ് ലെങ്ത്, ദെൻ പീരിയഡ്, ഫ്രീക്വൻസി, പിന്നെ അതേപോലെ വേവിന്റെ സ്പീഡ് എന്താണ്? റെഡിമെയ്ഡ് ഇക്വേഷൻ കണ്ടു. ദാറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ദിസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ഓക്കെ ആണല്ലോ. ദെൻ പിന്നെ നമ്മൾ ഈക്വൽ അല്ല അല്ലെ? എന്താണ്? നമ്മൾ സോളിഡ്സ് ആണ്, സോളിഡ്സിന്റെ കേസാണ് മാക്സിമം സ്പീഡ് വരുന്നത്. സ്പീഡ് തീരെ കുറവ് എന്നാണ് ഗ്യാസിലാണ് സൗണ്ടിന്റെ സ്പീഡ് തീരെ കുറവ് വരുന്നത് കണ്ടു. ഓക്കെ, ദെൻ നമ്മൾ കണ്ടത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫിനോമിന, ഒന്നെന്താണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷനെ കുറിച്ച് കണ്ടു അല്ലെ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കണ്ടു. പിന്നെ അതേപോലെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ടെലസ്കോപ്പില് നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കണ്ടു. ദെൻ ഫൈനലി നമ്മൾ എന്താണ് റിവർബറേഷൻ, അതായത് റെസിസ്റ്റൻസ് ഓഫ് ഹ്യൂമിഡിറ്റിയുടെയും പിന്നെ അതേപോലെ നമ്മുടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സമർത്ഥമായിട്ടാണ് കണ്ടത്. ഒരു റൂമിനകത്ത് റിവർബറേഷൻ അത് നമ്മൾ കണ്ടു. ഓക്കെ ആണല്ലോ. ദെൻ ഫൈനലി നമ്മൾ കണ്ടത് എക്കോ. എന്താണ് എക്കോ നമ്മൾ കണ്ടില്ലേ? 17 മീറ്റർ കൂടുതലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സൗണ്ട് ഒരു റെഗുലർ ഇന്റർവെൽ നമ്മൾ അത് തന്നെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? എക്കോ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, എക്കോ കണ്ടു. ദെൻ എക്കോനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? മറ്റേ വാൾസിന്റെ ഡിസ്റ്റൻസ് ക്രമീകരിക്കുക, മറ്റേ വാൾസും സീലിങ്സും ഒക്കെ റഫൻ ചെയ്യുക. ദെൻ അങ്ങനത്തെ
കുറച്ച് സ്റ്റെപ്സുകൾ നമ്മൾ ഓക്കെ ദെൻ നൗ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതിൽ ഈ ഒരു പറഞ്ഞ സെക്ഷൻ സംശയങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. Okay, then I hope you are clear. അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഞാൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.